ഡിസ്പ്ലേയിൽ ഒന്ന് വായിച്ചേ, എല്ലാവരും ചേർന്നൊന്ന് വായിച്ചേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും, ഇതിൻ്റെ കാഴ്ചകൾ കാണണമെങ്കിൽ വലിയ ഹോസ്പിറ്റലുകൾ, ചെറിയ ഹോസ്പിറ്റലല്ല, വലിയ ഹോസ്പിറ്റലുകൾ ചെല്ലണം. വലിയ ഹോസ്പിറ്റലുകൾ ചെല്ലണം. ഒരു ദിവസം ഒന്ന് റൂം എടുത്ത് താമസിച്ച് അല്ലെങ്കിൽ അഡ്മിറ്റായി സ്തോത്രം പുറത്തു വരുമ്പോൾ ലക്ഷങ്ങളാകുന്ന ഹോസ്പിറ്റലിൽ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വെന്റിലേറ്റർ ഘടിപ്പിച്ചിരിക്കുന്നതിൻ്റെ വാതിൽക്കൽ അല്ലെങ്കിൽ ICUവിൻ്റെ വാതിൽക്കൽ മരണത്തോട് മൽപ്പിടുത്തം നടത്തുന്ന ചില വ്യക്തിത്വങ്ങളെ അവിടെ കാണുവാൻ സാധിക്കും. അവരുടെ ബന്ധുമിത്രാദികൾ, സ്വന്തം ബന്ധങ്ങൾ ക്രയവിക്രയം, സാമ്പത്തികപരമായിട്ടുള്ള ക്രയവിക്രയം നടത്തിയെടുത്തിട്ടില്ല എങ്കിൽ അകത്ത് കിടക്കുന്ന ആളുടെ കയ്യൊപ്പിനും സ്തോത്രം വിരലൊപ്പിനും സ്തോത്രം മൂല്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അത് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോട് പുറത്ത് നിൽക്കുന്ന ആളുകൾ മാക്സിമം അപേക്ഷിക്കുന്ന അപേക്ഷ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഡാഡി പുറത്തു വരണം, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പപ്പ പുറത്തു വരണം, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അപ്പച്ചൻ പുറത്തു വരണം. സ്തോത്രം. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന ചിലരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. അകത്ത് കിടക്കുന്ന അപ്പച്ചൻ കോടികളുടെ ആസ്തിയുള്ള ആളാ. അകത്ത് കിടക്കുന്ന ഡാഡി കോടീശ്വരനാ. സ്തോത്രം. അകത്ത് കിടക്കുന്ന പപ്പ ശതകോടീശ്വരനാ. പപ്പ ഒന്ന് പുറത്ത് വന്നിരുന്നെങ്കിൽ, രണ്ടൊപ്പ് ഒന്ന് നീട്ടിപ്പിടിച്ചിട്ട് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഡോക്ടറെ, ഞങ്ങളുടെ പപ്പയെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. എത്ര വില കൂടിയ മരുന്നും എത്ര വില കൂടിയ ഇഞ്ചക്ഷനും സ്തോത്രം ചെയ്യാൻ ഞങ്ങൾ സമ്മതമാണ്, സന്നദ്ധമാണ്. അപ്പോൾ അവരെ നോക്കിക്കൊണ്ട് ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും മെഡിക്കൽ സയൻസിന്റെ ചരിത്രത്തിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ദൈവം എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. പലരുടെയും ജീവിതത്തിന്റെ അവസാന മേഖല ഇതുപോലെയുള്ള വൻ ഹോസ്പിറ്റലുകൾ അസ്തമിച്ചു പോയിട്ടുണ്ട്. 18, 19, 20 19, കോവിഡ് കാലഘട്ടം ഹല്ലേലൂയ നമ്മൾ കണ്ടു, നമ്മൾ കേട്ടു. ശതകോടീശ്വരന്മാരെന്നില്ല, കോടീശ്വരന്മാരെന്നില്ല, അതിനപ്പുറത്തേക്കുള്ളവരെന്നില്ല. കോവിഡിന് ആരോടും നോട്ടമുണ്ടായിരുന്നില്ല. പലരും മുഖാമുഖം കാണാതെ വണ്ണം മക്കൾക്ക് കടന്നു എന്ന് ക്രിസ്ത്യൻ മര്യാദ പ്രകാരം ഒരു തുള്ളും മണ്ണിട്ട് അപ്പനെ അടക്കം ചെയ്യാനോ അമ്മയെ അടക്കം ചെയ്യാനോ സഹോദരന്മാരെ അടക്കം ചെയ്യാനോ കഴിയാത്തൊരു കാലമുണ്ടായിരുന്നു. ഹൈന്ദവാചാര പ്രകാരം മുസ്ലിം ആചാര പ്രകാരം അവരുടെ ആചാരത്തിനൊത്തവണ്ണം ഒന്ന് കണ്ട്, ഒരു നോക്ക് കണ്ട് ഒന്ന് പറഞ്ഞയക്കാനുള്ള സാധ്യതകൾ മങ്ങിപ്പോയൊരു കാലഘട്ടം നമുക്ക് മുമ്പാകെ ഉണ്ട്. എത്ര കോടികളുണ്ടെന്ന് പറഞ്ഞെന്നാലും അവന്റെ ആത്മാവിനെ പിടിച്ചു നിർത്താൻ, മറുവില കൊടുക്കാൻ കഴിയാതെ വണ്ണം പൊലിഞ്ഞു പോയ ഒരുപാട് ജീവിതങ്ങൾക്ക് മധ്യത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും രക്ഷയില്ല. പ്രിയ മക്കളെ, 10 മിനിറ്റ് അതൊന്ന് നിർത്തിത്തരൂ. 10 മിനിറ്റ് ഈ മനുഷ്യന്റെ ജീവിതം ഒന്ന് നിലനിർത്താൻ കഴിയുമോ? ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ഓടിയ കാലഘട്ടം നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടതാ. സിലിണ്ടറുകൾ തീർന്നു പോയി കുഴഞ്ഞു വീണ് മരിച്ചുപോയ വ്യക്തിത്വങ്ങളെ, കോടീശ്വരന്മാർ. ഹല്ലേലൂയ. അവരുടെ സ്വന്തം വാഹനത്തിൽ ഡ്രൈവറുമായി കടന്നു വന്ന് സ്തോത്രം എല്ലാ ഹോസ്പിറ്റലുകളും തോറും സഞ്ചരിക്കുക. എന്തിനു വേണ്ടിയാ? ഒരു ഓക്സിജൻ സിലിണ്ടർ കിട്ടുമോ ശ്വസിക്കാൻ. ശ്വാസത്തിനുള്ള സ്തോത്രം ഇന്ധനത്തിന് വേണ്ടി അന്വേഷിച്ച് നടന്ന് കിട്ടാതെ വന്നപ്പോൾ സ്തോത്രം തെരുവിൽ സ്തോത്രം പൊലിഞ്ഞു പോയ ഒരുപാട് വ്യക്തിത്വങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരിക്കലും മനുഷ്യന്റെ ജീവന് മറുവിലയായി കൊടുക്കാൻ ഒന്നില്ല. മറുവിലയായി കൊടുത്ത ഒരേ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവാ. ഇവിടെ പറയുന്നത് മനുഷ്യന്റെ ജീവന് വേണ്ടി മറുവിലയായി എന്തു കൊടുക്കാൻ പറ്റും?
എന്തു കൊടുക്കാൻ പറ്റും പ്രിയ മക്കളെ? ഹല്ലേലൂയ. കൊടുത്തത് ഒരുത്തൻ മാത്രമാ, അവന്റെ വാക്കുകളായത്. പ്രൈസ് ദി ലോർഡ്. ആ യേശു പറയുന്നു, ആമേ സർവ്വലോകവും നേടിയിട്ടും. ഇന്ന് നമ്മുടെ ശ്രദ്ധയും ആഗ്രഹവും താല്പര്യവും എന്തിലേക്കാ? ആമേ ഇതെല്ലാം വിട്ടുപിരിയേണ്ടി വരും പ്രിയ മക്കളെ, വിട്ടുപിരിയേണ്ടി വരും. ആമേ സ്വന്തം ഗാസ എന്ന് പറയുന്ന ഒരു പട്ടണത്തിന്റെ കിടപ്പ് നമ്മൾ കണ്ടില്ലേ ഇപ്പോ? ആമേ കണ്ടോ? ആമേ ആരെങ്കിലും താമസിക്കുന്നുണ്ട് അവിടെ? ആമേ സ്വന്തം ഏക്കർ കണക്കിന് അല്ലെങ്കിൽ സെന്റ് കണക്കിന് ഭൂമിയും നല്ല വീടുകളും ആമേ സൗകര്യങ്ങളൊക്കെ ഉണ്ടായതാ ഇന്ന് കൽക്കൂമ്പാരങ്ങളായി മാത്രം ശേഷിച്ചിരിക്കുകയാ. അളന്നു കൊടുക്കുവാൻ ഭൂമിയില്ല, അളന്നു മേടിക്കാൻ മനുഷ്യനുമില്ല. അതുപോലെ ആയിത്തീർന്നു കിടക്കുന്ന ആമേ യുദ്ധഭൂമികൾ ഇന്ന് ലോകത്തിൽ വളരെ അധികമുണ്ട്. റഷ്യയുടെ പല മണ്ണ്, യുക്രൈന്റെ പല മണ്ണ്, ആമേ സ്വന്തം പലതും ആമേ തരിശു ഭൂമികളും ആമേ സ്വന്തം കൽക്കൂമ്പാരങ്ങളും മാത്രമാണ്. അവിടെ പാർത്തിരുന്ന ജനത്തിന് ഇനി അളന്നു മേടിക്കാൻ അവിടെ സ്ഥലമില്ല. ആമേശ്വരത്തോടെ താമസിക്കാൻ പെർമിഷൻ ഇല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, നമ്മുടെ ജീവിതം കൊണ്ട് ആമേശ്വരം ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിന്റെ ജീവനെ കാക്കണമെങ്കിൽ കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവന്റെ ആധാരം ഈ ഭൂമിയിലുള്ള ഒരു നന്മയുമല്ല. നിങ്ങൾ അങ്ങനെ ആരും ചിന്തിക്കല്ലേ പ്രിയ മക്കളെ. ഇന്ന് നെട്ടോട്ടം ഓടുകയാണ്. ആമേ ഒന്നിൽ നിന്ന് രണ്ടിലേക്കും, രണ്ടിൽ നിന്ന് മൂന്നിലേക്കും, മൂന്നിൽ നിന്ന് നാലിലേക്കും, അടുത്ത ഓരോ ലെവലിലേക്ക് ഓടിക്കയറുവാൻ വേണ്ടി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവം ഇടക്ക് വെച്ച് നിർത്തി ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവന്റെ ആത്മാവിനെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ എന്ത് പ്രയോജനമെന്ന് സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ മധ്യത്തിൽ ഇന്ന് എത്ര വ്യക്തിത്വങ്ങൾ സമർപ്പിക്കും? ആമേൻ. നമ്മുടെ ജീവന്റെ ആധാരം നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നന്മകളൊന്നും തന്നെയല്ല. ആയിരുന്നെങ്കിൽ ഇന്ന് ചിരഞ്ജീവികളെ പോലെ ജീവിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാമായിരുന്നു. അവരുടെ മക്കള്, അവരുടെ മരുമക്കള്, കൊച്ചുമക്കള്, ചെറുമക്കള്, ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപന്മാർ, സ്വന്തം ലോകത്തിന്റെ പല ചക്രവർത്തിമാർ, രാജ്യത്തിന്റെ പല രാജാക്കന്മാർ ഇന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകത്തില്ലായിരുന്നു. കാരണം അവർ ഇട്ടുമൂടാനുള്ള സ്വത്ത് സ്വതം അവരുടെ രാജ്യത്തിലുണ്ട്, അവരുടെ കരത്തിലുണ്ട്. ഈ സ്വത്തൊന്നും അവരെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. അവരെ പിടിച്ചു നിർത്താൻ അവരുടെ സ്വത്തുക്കൾക്ക് കഴിഞ്ഞില്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. സ്വത്തൊന്നും ഒരു മനുഷ്യന്റെ ജീവന്റെ മൂല്യമല്ല. നിന്റെ ആത്മാവിന്റെ രക്ഷ നീ കരുതിയേക്കണം. ആമേൻ, സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊണ്ട്. ഈ ഒരു കാര്യം പ്രിയ മക്കളെ, ദൈവ മക്കളുടെ അകത്തളത്തിൽ സാത്താൻ കുത്തിവെക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് ദ്രവ്യത്തിലേക്കുള്ള ആഗ്രഹം. ഉയരണം, വളരണം, വലുതാകണം. ആമേൻ, സ്തോത്രം. യേശുവിന്റെ അടുക്കൽ സാത്താൻ കടന്നു വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കാണുന്നതൊക്കെ എന്റേതാ, നീ ഒന്ന് വീണ് നമസ്കരിച്ചതൊക്കെ നിനക്ക് തന്നേക്കാം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമക്കളെ, ദ്രവ്യത്തിൽ നിന്റെ ഹൃദയം ഉടക്കി പോകരുത്. ആമേൻ, ഒരു നന്മയിലേക്കും നിന്റെ ഹൃദയം തട്ടി നിൽക്കരുത്. നിന്നെ അത് താഴേക്ക് പിടിച്ച് വലിക്കും. ആമേൻ. ഏതു സമയവും ഇവിടെ നിന്ന് വിളിച്ചാൽ ഞാൻ റെഡി കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പാകത്തിലായിരിക്കണം ഇവിടെ ഉള്ളതെല്ലാം. നിന്റെ ജീവിതത്തിൽ നിനക്ക് 1 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അത് വിറ്റ് ഏത് സെക്കൻഡിലും ഇവിടെ നിന്ന് പറക്കാൻ തക്ക വിധത്തിൽ നിന്റെ ഹൃദയത്തെ, നിന്റെ ബുദ്ധിയെ നീ എപ്പോഴും ആമേശ്വരം ഒരുക്കി വെച്ചേക്കണം. അതിൽ തട്ടി നിൽക്കരുത്. ഇന്ന് പല ദൈവഭൃത്യന്മാരും, ഇന്ന് പല അഭിഷിക്തന്മാരും വീണുപോയൊരു പോർക്കളമാണ് ആമേശ്വരി ആത്മീക ജീവിതത്തിന്റെ ദ്രവ്യാഗ്രഹം. ദ്രവ്യത്തിൽ ആരെല്ലാം പെട്ടിട്ടുണ്ടോ തിരിച്ചു വന്നിട്ടില്ല പ്രിയ മക്കളെ. തിരിച്ചു വന്നിട്ടില്ല. അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും. ദ്രവ്യം നമ്മളെ താഴേക്ക് വലിക്കും. ഇവിടെ പറയുന്നത്, പിന്നെ അവൻ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായെന്നാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. വസ്തുവകയായിരുന്നെങ്കിൽ വലിയ ഹോസ്പിറ്റലുകൾ, വലിയ വ്യക്തിത്വങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവർ തിരിച്ചു വരും, ഒന്നും സംഭവിക്കത്തില്ല. കൊടുക്കാൻ കരത്തിലുള്ള പല വ്യക്തിത്വങ്ങളും ഉണ്ടെന്നേ.
നീട്ടാൻ സ്വന്തം നന്മയുള്ള പല വ്യക്തിത്വങ്ങൾ ഉണ്ടെന്നേ. പക്ഷെ ജീവന്റെ ആധാരം അവൻ ഉണ്ടാക്കി വെക്കുന്ന സമൃദ്ധിയല്ല എന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു. മാത്രമല്ല യേശു ഒരു ഉപമ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ കാണാൻ സാധിക്കുന്നു, പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും ദ്രവ്യത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ എന്ത് ചെയ്തേക്കണം? അങ്ങ് ക്ഷയിപ്പിച്ച് കളഞ്ഞേക്കണം. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. സകല ദ്രവ്യാഗ്രഹങ്ങളും ഉപേക്ഷിക്കണമെന്നൊന്ന് കരം കൊടുത്തൊന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഈ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണം. മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയെന്ന് കർത്താവിന്റെ ദാസൻ അല്പസമയം മുമ്പേ എടുത്ത വചനത്തില് തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് പോയി. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ ആ സ്തോത്രം, ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ആകാൻ ആഗ്രഹിച്ചു. എവിടെ പോയി? ആകാനും ആകാന്റെ കുടുംബവും ആഗോർ താഴ്വരയിൽ മുടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മുടിഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗേഹസി ആഗ്രഹിച്ചു. സ്വന്തം അവന്റെ കുടുംബവും എവിടെ പോയി? കുഷ്ഠത്തിലേക്ക് പോയി. കുഷ്ഠരോഗിയായി തീരത്തക്ക തലത്തിലേക്ക് പോയി. അനനിയാസ് സഫീര സ്വന്തം ദൈവസന്നിൽ പൊലിഞ്ഞുപോയി. സ്വന്തം ഹല്ലേലൂയ. യൂദ കെട്ടിത്തൂങ്ങി എന്ത് ചെയ്തു? സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ദ്രവ്യത്തിൽ ആഗ്രഹം വെച്ചവരൊന്നും മടങ്ങി വന്നില്ല. അവരെല്ലാം തകർന്നു പോയ ചരിത്രങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണം. ഇവിടെ വായിക്കുന്നത് നമ്മുടെ ജീവന്റെ ആധാരം ഉണ്ടാക്കി വെക്കുന്ന നന്മയല്ല. ഈ നന്മ കൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇതിന് 21-ാം വാക്യത്തിൽ ഒന്ന് വായിച്ച്. 21-ാം വാക്യം. ദൈവവിഷയമായി സമ്പന്നനാകാതെ. എങ്ങനെ സമ്പന്നനാകണം? എങ്ങനെയാണത്? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഇവിടെ ഒരു ഉപമയാ യേശു പറയുന്നത്. 16-ാം വാക്യം മുതൽ ഒരു ഉപമയാ പറയുന്നത്. ഒരു മനുഷ്യന്റെ നിലം നന്നായിട്ട് എന്ത് ചെയ്തു? വിളഞ്ഞു. അപ്പൊ നമുക്കൊരു അഭിവൃദ്ധി, ഒരു സമൃദ്ധി ഈ കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ, നമ്മൾ ഇന്ന് നിലം കൃഷി ചെയ്യുന്നവരുണ്ടോ? ഇല്ല. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലാണ് യേശു ആ ഉപമ പറയുന്നത്. ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ബിസിനസ് ആകാം, തൊഴിലാകാം, ഏത് മേഖലകൾ ആകാം. ഇവിടെ നമുക്കുണ്ടാകുന്ന സമൃദ്ധിയെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നിന്റെ കരത്തിൽ ഒരു നന്മ വന്നു, നിന്റെ അധ്വാനം കൊണ്ട് ഒരു നന്മ കിട്ടി. നീയായിട്ട് തന്നെ അങ്ങ് വളരുകയാണ്. എനിക്ക് ആരോഗ്യം ദൈവം തരുന്നു, എനിക്ക് ബലം തരുന്നു, എൻ്റെ നെറ്റിയിലെ വിയർപ്പ് കളഞ്ഞുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് തരുന്നു, ഞാൻ ഉണ്ടാക്കുന്നു, എനിക്ക് തരുന്നു, ഞാൻ ഉണ്ടാക്കുന്നു, എനിക്ക് തരുന്നു, ഞാൻ ഉണ്ടാക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ പോകരുത് എന്നാണ് ഒരു ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് പറയും. ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കണം. യഥാർത്ഥമായ ദൈവഭക്തി എന്താ പ്രിയമക്കളെ? യഥാർത്ഥമായ ദൈവഭക്തി എന്താ? ഒന്ന് പറഞ്ഞേ. എവിടെ കിടക്കുന്ന വാക്യം? ഒന്നെടുത്ത് വായിച്ചേ. കറക്റ്റായിട്ട് അറിയാമോ? ഒന്ന് പറഞ്ഞേ. എവിടെ കിടപ്പുണ്ട്? യാക്കോബ് എഴുതിയ ലേഖനം ഒന്ന് എടുത്തേ. 1-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ മക്കളെ, സ്വന്തം നിങ്ങളെല്ലാം പഠിച്ച് നല്ല വിദ്യാസമ്പന്നരായി നല്ല ജോലിയിലേക്കൊക്കെ പ്രവേശിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം നിങ്ങൾ തിരിഞ്ഞു പോകേണ്ടത് നിങ്ങളുടെ കൂടെ പഠിച്ച, ഒരുമിച്ച് പഠിച്ച് വളർന്ന ക്ലാസ്സിലുള്ള കുട്ടികളെ അന്വേഷിച്ചല്ല. ചുറ്റുപാടുകളിൽ സ്തോത്രം, നിങ്ങളൊക്കെ വളർന്നു വരുന്ന കാലഘട്ടത്തിലൊക്കെയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മാമ്മമാരുണ്ടാകും, പ്രാർത്ഥിച്ച അപ്പാപ്പന്മാരുണ്ടാകും, അല്ലെങ്കിൽ ചുറ്റുപാടിൽ കാണുന്ന വാർദ്ധക്യത്തിലെത്തിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാകും. ഒന്ന് ചെന്ന് കണ്ട് ഒരു ചായ, സ്വന്തം ചായ കുടിക്കാനുള്ള നന്മ പോക്കറ്റിലിട്ട് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു നന്മയില്ലെന്ന് സ്വന്തം ഈ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അനാഥരെയും വിധവകളെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. കേട്ടോ പ്രിയമക്കളെ, ഹല്ലേലൂയ. അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? നിന്റെ അകത്തളത്തിലെ ഭക്തിയെ തിരിച്ചറിയാം. എങ്ങനെ അറിയാം? ഇവിടെ പറയുന്നത് പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ. ആരെ പോയി കാണണം?
അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു ആമി യഥാർത്ഥമായ ഭക്തി. കേട്ടോ പ്രിയമക്കളെ, പ്രായാധിക്യം എത്തിയിരിക്കുന്ന വ്യക്തിത്വങ്ങളോട് കരുണയും ദയയും കാണിക്കണം. അനാഥരാണെങ്കിൽ കൂടുതൽ ചേർത്ത് പിടിക്കണം. ഒരു നേരത്തെ ആഹാരത്തിനില്ലെന്ന് കണ്ടാൽ ചേർക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേ ദൈവമക്കളത് കാണിച്ചു കൊടുക്കണം. പ്രിയമക്കളെ, നീ ഒരു മാസത്തിൽ നിനക്ക് ആമേ സ്വതം 5000 രൂപ സാലറി കിട്ടുന്ന ഒരു മനുഷ്യനായിരിക്കാം. വെറും 5000 രൂപ ആമേ അത്ര കിട്ടുന്നുണ്ടാകത്തുള്ളൂ. ആമേ നിന്റെ വീട്ടിലോ ആമേ സ്വതം നിന്റെ സ്വന്തത്തിലോ ആമേ സ്വതം ഒരു നിരാലംബനായി ഒരുത്തനുണ്ടെങ്കിൽ ഒരു 500 നീ അതിനകത്ത് മാറ്റ്. പ്രൈസ് ദി ലോർഡ്. ചെയ്യാമോ? നിങ്ങളുടെ ലെവല് മാറും, നിങ്ങളുടെ നിലവാരം മാറും. ഇതാണ് യഥാർത്ഥമായ ഭക്തി എന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, യേശു പഠിപ്പിക്കുന്നു, ദൈവവചനം ആഴമായി പഠിപ്പിക്കുന്നു. സങ്കടത്തിൽ ചെന്ന് കാണണം. ഹല്ലേലൂയ. അതല്ല കൂട്ടുകാരുമായി ചേർന്ന് ആമേശ്വതം നല്ലൊരു ഷോപ്പിംഗ് മാളിലേക്ക് കടന്നുപോയി ആമേശ്വതം നല്ലൊരു ഡിന്നറോ നല്ലൊരു ലഞ്ചോ കഴിച്ച് മടങ്ങുവാനല്ല പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത്. പ്രിയമക്കളെ, ആമേ ശുദ്ധവും ആമേ നിർമ്മലമാകുന്ന ആമേശ്വതം യഥാർത്ഥമായ ഭക്തി അനാഥരെയും അനാഥരെയും വിധവമാരെയും ചെന്ന് എന്ത് ചെയ്യണം? കാണണം. അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണണം. ഹല്ലേലൂയ. ആമേ കർത്താവിന്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ആമേ സ്വത സാരാഫാത്തിൽ ആരുണ്ട്? ആ സ്തോത്രം. സാരാഫാത്തിൽ ഒരു വിധവയുണ്ട്. അവളുടെ അടുക്കലേക്കാണ് ആരയക്കുന്നത്? ഏലിയാവിനെ. അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിക്കൊത്തവണ്ണമുള്ളൊരു പ്രവൃത്തി ആ കുടുംബത്തിന്റെ അകത്തളത്തിൽ വെളിപ്പെടുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആ നിന്റെ ഭക്തിയെ കാണിക്കുന്ന ചില തെളിവുകൾ പരിശുദ്ധാത്മാവ് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കണം. കേട്ടോ അമ്മ, മാതാപിതാക്കളും ചെയ്യണം. അപ്പോൾ അത് മക്കൾ കാണും. കാണിച്ചു കൊടുക്കേണ്ടവർ ചെയ്താൽ മതി, മാതാപിതാക്കള് ചെയ്താൽ മതി. ആമേ സ്തോത്രം. മക്കൾ ഫോളോ ചെയ്തോളും. ഹല്ലേലൂയ. ചെയ്യണം, പഠിപ്പിക്കണം പ്രിയ മക്കളെ. ആമേ സ്തോത്രം. ഈ യാക്കോബ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ താഴേക്കും നമ്മളെ ഈ കാലഘട്ടത്തിൽ ചിന്തിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. ആരെയാണ് നീ സ്നേഹിക്കേണ്ടത്, ആരോടുകൂടിയാണ് നീ നടക്കേണ്ടത്, ചിന്തിപ്പിക്കുന്ന ചില വാക്യങ്ങളാ. ആമേ സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം എന്ത് ചെയ്യരുത്? ഓ സ്തോത്രം. ഒരിക്കലും ദൈവസന പ്രിയമക്കളെ മുഖപക്ഷം കാണിക്കരുത്. മുഖപക്ഷം കാണിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു. ആമേ സ്വതം. നീ ഒരിക്കലും മുഖപക്ഷം കാണിക്കരുത്. ആമേ ഉയർന്നവനുണ്ടാകാം, താഴ്ന്നവനുണ്ടാകാം, ആമേ ഇടത്തരക്കാരനുണ്ടാകാം, തീരെ ദരിദ്രനുണ്ടാകാം. എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്തേക്കണം? സ്നേഹിച്ചേക്കണം, കണ്ടേക്കണം. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും അടുത്ത വാക്യം. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിങ്കൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരല്ലയോ? എങ്ങനെയാ സംഭവം പറയുന്നത്? പള്ളിക്കകത്തെ കാര്യമാ പറയുന്നത്, പള്ളിക്ക് പുറത്തല്ല, പള്ളിക്കകത്തുള്ള കാര്യമാണ്. നിങ്ങളുടെ പള്ളിയിൽ ആമേ സ്വതം ഒരുത്തൻ ദരിദ്രനായിട്ടാണ് കടന്നു വരുന്നതെങ്കിൽ നീ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ താഴ്ത്തിരിക്കാം. ആമേ സ്തോത്രം. ഒരുത്തൻ പൊന്മോതിരം ധരിച്ചും മോടിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്യുക? കസേരയിൽ ഇരിക്കാം. ആമേ സ്തോത്രം. എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ പ്രവർത്തിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തില്ല? ആ പ്രമാണമില്ലാത്തവരാ. ആമേ സ്തോത്രം. പ്രമാണമുണ്ടെങ്കിൽ നീ അത് ചെയ്യത്തില്ല. ആമേ മറ്റൊന്ന്, നീ ഏതെങ്കിലും ഒരു വീട്ടിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി കടന്നുപോയെന്നിരിക്കട്ടെ. ആമേ സുവിശേഷം അറിയിക്കാൻ വേണ്ടി കടന്നു പോകുന്ന വീട്ടില് ആമേ സ്വന്തം നിത്യവൃത്തിക്ക് വകയില്ലാതിരിക്കുകയാ. ആമേ സ്വന്തം ആ വ്യക്തിയോട് നീ സുവിശേഷം പറഞ്ഞിട്ട് ഈ സുവിശേഷം നിങ്ങളെ രക്ഷിക്കും, നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വരാനാണോ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആണോ? എന്തു ചെയ്യണം? അപ്പൊ ബുധനാഴ്ച പ്രവർത്തനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പോരുമ്പോൾ
പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പ്രവർത്തനത്തിന് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാ സമയത്തിലും അല്ല പ്രിയ മക്കളെ, ചില കുടുംബങ്ങളിലൊക്കെയും അതെ അമ്മ സ്തോത്രം, നമ്മളൊരു നല്ലൊരു മാതൃക അത് വെക്കുന്നുണ്ട്. അമ്മ നമ്മുടെ കൂടെ കൂട്ടത്തിൽ ആരാധിക്കുന്നവരൊന്നുമല്ല, പക്ഷെ ചിലത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കാറുണ്ട്. അല്ല പ്രിയ മക്കളെ, അമ്മ സ്തോത്രം, പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വേദനകൾ വരാറുണ്ട്, നൊന്തു പോകാറുണ്ട്. അതുപോലെ കിടക്കുന്ന പല വീടുകളും, അതുപോലെ കിടക്കുന്ന പല ഭവനങ്ങളും. അമ്മ സ്തോത്രം, ഈ പുസ്തകമാണ് അത് പഠിപ്പിക്കുന്നത്. ആര്? യാക്കോബ് പറയുന്ന, താഴേക്കൊന്ന് വായിച്ചേ. പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന്. ആരെയാണ്? ദരിദ്രന്മാരെ യേശു അത്ര അധികം സ്നേഹിക്കുന്നു. ഒരിക്കൽ യോഹന്നാൻ തടവറയിൽ കിടക്കുകയാണ്, കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ആ സമയത്ത് യോഹന്നാന്റെ ശിഷ്യന്മാരെ അയച്ചിട്ട് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, വരുവാനുള്ളവൻ നീയാണോ, അല്ലെങ്കിൽ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? യേശു അവരോട് മറുപടി പറഞ്ഞയച്ചത് ഇങ്ങനെയാണ്: കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. നിങ്ങൾ കാണുന്നത് കേൾക്കുന്നതും ചെന്ന് യോഹന്നാനെ അറിയിക്കുക. അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ആമേൻ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു. ആമേൻ. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകം അപ്പോസ്തലന്മാർക്ക് കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത്, ദരിദ്രന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. അവരെ നിങ്ങൾ ഓർക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലന്മാർ അടുത്ത സ്റ്റെപ്പിലേക്ക് നടത്തുന്നത്. അവൻ ദൈവജനത്തിന്റെ ബുദ്ധിക്കകത്തൊന്ന് പോകരുത് പ്രിയ മക്കളെ. വന്ന വഴികൾ ഒരിക്കലും മറക്കരുത്. അവൻ തിരിഞ്ഞു നോക്കിയേക്കണം. ഇന്ന് സാത്താൻ ബുദ്ധിയെ കെട്ടി നമുക്കൊരു നന്മ തന്ന്, ആ നന്മയുടെ ഉയർച്ചകൾ തന്ന്, അതിന്റെ ഉയർച്ചകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ വന്ന വഴികളിലേക്കും താഴ്ത്തത്തട്ടിൽ കിടക്കുന്ന വ്യക്തിത്വങ്ങളിലേക്കും ഒന്ന് ഉറ്റു നോക്കിക്കൊണ്ട്, കരത്തിലൊരു നന്മയുണ്ടോ, ഒരു നേരത്തെ ഊണിന്, ഒരു നേരത്തെ ചായക്ക് നിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ഭക്തി. വിധവകളെ, അനാഥരെ അവന്റെ സങ്കടത്തിൽ ചെന്ന് കണ്ട് ഒരു നിത്യതയിലേക്ക് പോകേണ്ട ഒത്തിരി കടമ്പകളുണ്ട് കുഞ്ഞു മക്കളെ. ഹല്ലേലൂയ. വചനം കേട്ട് സത്യത്തിൽ ആത്മാവിൽ ആരാധിച്ച് സ്തോത്രം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആ സെക്കൻഡിൽ യേശു വരികയാണെങ്കിൽ നീ അത് മാത്രം ചെയ്താൽ മതി. പക്ഷെ പിന്നെയും ജീവിക്കാൻ ഒരു അവസരം കർത്താവ് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞും കേട്ടും കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീ ചെയ്തെടുത്തെന്നാൽ നിത്യത പോകാം. സ്തോത്രം. അതിനുള്ള അവസരമാണ് പരിശുദ്ധ ദൈവം തരുന്നത്. ഇവിടെ പറയുന്നത് നിത്യരാജ്യത്തിന് അവകാശികളാക്കി അവൻ തീർക്കുകയാണ്. സ്തോത്രം. അടുത്ത വാക്യം, ദരിദ്രരെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാർ അല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവർ അല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന നല്ല നാമത്തെ അവർ അല്ലയോ ദുഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. നിങ്ങൾ ലംഘനക്കാർ എന്ന ന്യായപ്രമാണത്താൽ എന്ത് ചെയ്യുന്നു? തെളിയുന്നു. ഒരിക്കലും മുഖപക്ഷം കാണിക്കരുതെന്ന്. നമുക്ക് ദരിദ്രന്മാരോട് ചേർന്നിരിക്കാനോ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ പലപ്പോഴും മടിയാ. സ്നേഹമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? ചേർത്ത് പിടിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നന്മ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. മടങ്ങണം. ഇവിടെ സ്തോത്രം, ഒരുത്തനോട് അടുത്ത വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരുത്തനോട് സുവിശേഷം പറയുന്ന സമയത്ത് അവന് ദേഹരക്ഷയ്ക്ക് വേണ്ടുന്നതായി ഒന്നും ചെയ്യാതെ സുഖേന നീരിക്ക സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോരരുത് എന്നുകൂടി ഈ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അവന് ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ളത് എന്ത് ചെയ്യണം? അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. അവൻ സ്നാനപ്പെട്ടവനായിരിക്കണമെന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടവനായിരിക്കണമെന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ കരുതണം. പ്രിയമക്കൾ, നമ്മൾക്ക് തരുന്ന നന്മ നമ്മൾ മാത്രം അനുഭവിക്കേണ്ടതിനല്ല.
എന്ന് മനസ്സിലാക്കണം. ആമേശ്വതം ദ്രവ്യത്തിലേക്കുള്ള ആഗ്രഹം നമ്മളെ സ്വയത്തിലേക്ക് ആമേശ്വതം അടുപ്പിക്കും. എന്നാൽ കാഴ്ചപ്പാടുകൾ മാറുമ്പോൾ, ഒരു ഭക്തിയുടെ അനുഭവത്തിലേക്ക് നീ എത്തിച്ചേരുമ്പോൾ നിന്റെ തലങ്ങൾക്ക് വ്യത്യസ്തതകൾ ഉണ്ടാകും. നീ സഹജീവികളോട് കരുണ കാണിക്കാൻ തുടങ്ങും. നിന്റെ സ്നേഹിതന്മാരെ ചേർത്ത് പിടിക്കാൻ തുടങ്ങും. ചുറ്റുപാടുകളിലേക്ക് നിന്റെ കണ്ണ് പരതും. ദരിദ്രരായ വ്യക്തിത്വങ്ങളിലേക്ക് കരം നീട്ടും. അനാഥരെ ചേർത്ത് പിടിക്കും. വിധവകളെ പോയി സങ്കടത്തിൽ പോയി കാണും. ആമേൻ. ഇത് ആര് കാണിച്ചു കൊടുക്കും? ലോകത്തിന് ആര് കാണിച്ചു കൊടുക്കും? കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുക്കണ്ടേ പ്രിയമക്കളെ? ഹല്ലേലൂയ. ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ആമേൻ. ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ ലോകത്തിന്റെ എന്താ? സ്തോത്രം. ലോകത്തിന്റെ വെളിച്ചമാ കേട്ടോ പ്രിയമക്കളെ. നമുക്ക് കിട്ടുന്ന നന്മ, നമുക്ക് തരുന്ന ആരോഗ്യം, നമുക്ക് തരുന്ന ബലം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ളതല്ല. ആണോ? അല്ലെന്നേ. കിട്ടുന്നതിലൊരു അംശം. ഞാൻ ഒരിക്കൽ ബോട്ടിൽ പോകുന്ന കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു. ചില കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ബോട്ടിൽ വല പിടിക്കുമ്പോൾ സ്വതം വല വലിച്ചു കയറ്റുന്ന സമയത്ത് ഒരുപാട് കടൽ പക്ഷികൾ, കടൽക്കാക്കകൾ, മറ്റു പക്ഷികളൊക്കെ ഈ വലയുടെ പുറകെ ഇങ്ങനെ ബോട്ടിൽ വല വലിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ പറന്ന് നിൽക്കാനിടയായിത്തീരും. കടലിലെ കാഴ്ചകളാ. ഒരുപാട് പക്ഷികൾ ഈ വലയുടെ പുറകെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. സ്തോത്രം. അതിനെ അവർ ഓടിച്ചു കളയാറില്ല. സ്തോത്രം. ഈ വലക്കകത്ത് കയറുന്ന മത്സ്യങ്ങൾ മുഴുവനും ഇവരെടുക്കത്തില്ല. കുറെ അധികം ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഈ ജീവികൾക്കുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വല വലിച്ചു കയറ്റുന്ന സമയത്ത് ആവശ്യമുള്ള മത്സ്യങ്ങളെല്ലാം ഇവരെടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഈ പുറകവശത്ത് പറന്നുകൊണ്ട് നിൽക്കുന്ന ഈ കടൽ പക്ഷികളില്ലേ, കടൽ കാക്കകളില്ലേ, അവർക്കുള്ള ഓഹരിയ. സ്തോത്രം. ഹല്ലേലൂയ. കടലിൽ മുങ്ങാങ്കുളിയിട്ട് പിടിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോൾ സ്വതം കരയിൽ വലിച്ചു കയറ്റുന്നത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് തെളിയിക്കുകയാണ്. ആ വലയുടെ പുറകെ നടന്ന് അവരിങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ നിഷേധിക്കരുത്. അവർക്ക് കൂടി ഇട്ടുകൊടുപ്പാൻ തക്ക വിധം അതിൽ ഒരുക്കപ്പെടുന്ന നല്ല മനസാക്ഷിയുള്ള അനവധി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്. ആമേൻ. ഒരു വിശ്വാസിയല്ലാത്ത ഒരു മത്സ്യത്തൊഴിലാളി പറയുന്ന ഒരു ചരിത്രമാണ്. സ്തോത്രം. ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല ഈ കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങൾ, പറവകൾക്കുള്ളതുണ്ട്, പക്ഷികൾക്കുള്ളതുണ്ട് കേട്ടോ. അവർക്കും കൂടി അർഹതപ്പെട്ടത് കൊടുത്തേക്കണം. രൂത്തിന്റെ പുസ്തകത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുക്കണ്ട, പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യനൊരു വയലുണ്ടെങ്കിൽ, ഒരു നിലമുണ്ടെങ്കിൽ അതിന്റെ അരികെ തീർത്ത് എന്ത് ചെയ്യരുത്? കൊയ്യരുത്. എന്റെ വയലാ, എന്റെ കൃഷിയിടമാ. സ്തോത്രം. ഞാൻ വിതച്ചതാ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ കിളച്ച് ഞാൻ വിതച്ചതാ. എന്റെ വിത്തിട്ട് വളർന്നതാ. കതിരായി. അങ്ങനെയെങ്കിൽ അരികെ തീർത്ത് എനിക്ക് കൊയ്യാൻ പാടില്ലേ? പരിശുദ്ധ ദൈവം പറയുന്നു, കൊയ്യരുത്. അരികെ തീർത്ത് നീ കൊയ്യരുത്. അത് ആർക്കുള്ളതാ? അനാഥർക്കും വിധവമാർക്കുള്ളതാ. സ്തോത്രം. നീ കൊയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കറ്റക്കൂട്ടത്തിൽ നിന്ന് സ്തോത്രം 2-3 കറ്റകളോ 5-10 കറ്റകളോ താഴെ വീണു പോകി എടുക്കരുത്. അത് കാല പറക്കുന്നവർക്കുള്ളതാ. എന്റെ വയല്, ഞാൻ ഉണ്ടാക്കിയ നന്മ, ഞാൻ വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തിയെടുത്ത കതിര്, ഞാൻ കൊയ്തപ്പോ 2-3 താഴെ വീണെങ്കിൽ പറക്കിയെടുക്കാൻ പാടില്ലേ? സ്വർഗത്തിൽ ദൈവം പറഞ്ഞ് പറക്കരുത്. അത് കാല പറക്കാനുള്ള ആളുകൾക്കുള്ളതാ. അത് അവർക്ക് വിട്ടേക്കണം. കണ്ടോ? നിയമം വെച്ചിരിക്കുന്നത് കണ്ടോ? നമ്മുടെ അധ്വാന ഫലമല്ലേ? സ്വതം തൂത്തുവാരി കൊണ്ടുവരാൻ പാടില്ലേ? പരിശുദ്ധ ദൈവം പറയുന്നു ചെയ്യരുത്. എന്നാൽ ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ പറയാം. നമ്മളിവിടെ കെട്ടുകളെല്ലാം നടത്തുന്നുണ്ട്. ചെമ്മീൻ കെട്ടുകൾ, മീൻ കെട്ടുകൾ, അങ്ങനെ കെട്ടുകളെല്ലാം നടത്തുന്നുണ്ട്. ഇത് കെട്ട് കലക്കി മീൻ പിടിക്കുന്ന ഒരു സമയമുണ്ട്. വർഷത്തിൽ ഒരിക്കൽ കെട്ട് കലക്കി മീൻ പിടിക്കും. അതിനുശേഷം 1-2 മാസങ്ങൾ എന്ത് ചെയ്തേക്കണം? ഇത് പൊതുവായിട്ട് ഇട്ടുകൊടുത്തേക്കണം. പ്രൈസലോ. ഞാൻ ലക്ഷങ്ങൾ മുടക്കി സ്വതം വിലക്ക് വാങ്ങിച്ചിരിക്കുന്ന കെട്ട്, അതിൻ്റെ അകത്ത് വളർത്തിയിരിക്കുന്നത് എൻ്റെ കയ്യിൽ സ്വതം പൈസ കൊടുത്ത് വാങ്ങിച്ച മീനുകളാ, മത്സ്യങ്ങളാ, ചെമ്മീനുകളാ, ഞണ്ടുകളാ. സ്വതം ഇത് എനിക്ക് മാക്സിമം പിടിച്ചെടുക്കാൻ അധികാരമില്ലയോ? പൊതുജനത്തിന് വിട്ടുകൊടുക്കണമെന്ന് എന്ത് നിയമമാ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് പുസ്തകത്തിലെ നിയമമാ.
ബൈബിൾ നിയമമാ, ദൈവത്തിന്റെ നിയമമാ. പൊതുജനങ്ങൾക്ക്, പരദേശികൾക്കും, ആമേശ്വരം അനാഥർക്കും വേണ്ടി അത് വിട്ടുകൊടുത്തേക്കണം. അവരത് ചെയ്യട്ടെ. ഈ പുസ്തകത്തിലുള്ള നിയമമാ പ്രിയ മക്കളെ. ഹല്ലേലൂയ. ഒന്നും വൃഥാവായി പോകത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നിനക്ക് ആരോഗ്യം തന്നിരിക്കുന്നത്, ബലം തന്നിരിക്കുന്നത്, കിട്ടുന്നതെല്ലാം വാരി പിടിച്ച് ഞാനും എൻ്റെ കുടുംബമോ? അങ്ങനെയല്ല പ്രിയ മക്കളെ. ചിലതിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, ചുറ്റുപാടുകളിലേക്കൊന്ന് നോക്കണം. നല്ല ആമേശ്വരം മീനും നല്ല ഇറച്ചിയും നല്ല കോഴിയും നല്ല മട്ടനൊക്കെ കൂട്ടി ആഹാരം കഴിക്കുമ്പോൾ ചുറ്റുപാടിലുള്ള വ്യക്തിത്വങ്ങൾ മുകളിലേക്ക് നോക്കി വിശന്നിരിക്കുന്നു എന്ന് നീ അറിഞ്ഞാൽ അത് മാത്രം കൊണ്ട് ആമേശ്വരം നീ കഴിച്ച് തൃപ്തി പ്രാപിക്കരുത്. അവനിലേക്ക് കൂടി ഒന്ന് നോക്കണം, അവനിലേക്ക് കൂടി ഒന്ന് കരം നീട്ടണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസന് ഒരവസരം ദൈവം കൊടുത്തു. ഞങ്ങളൊക്കെ ചെറുപ്രായത്തിൽ ഒരു നിക്കർ പുതിയത് ഇല്ലായിരുന്നു, ഒരു നിക്കർ ട്രൗസർ. അന്ന് ഹുക്ക് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ബട്ടൺസ് പൊട്ടിപ്പോകാത്ത ഒരു നിക്കറിന് വേണ്ടി, ഒരു ട്രൗസറിന് വേണ്ടി പ്രാർത്ഥിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആമേൻ. ഈ ബട്ടൺസ് കുറേ നാൾ കഴിയുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ബട്ടൺസും വേറെ വാങ്ങിച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ട്രൗസർ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുത്തും. അപ്പോൾ വയറ് ബബിള് പോലെ ഇങ്ങനെ ഇരിക്കും. കാരണം എന്താണെന്നറിയാമോ? അത്രയും ടൈറ്റിലാണ് ഇത് എന്ത് ചെയ്യുന്നത്. ശരിക്കും എയറൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇത് എവിടെ പോകും? താഴെ പോവും. അതുകൊണ്ട് പോക്കിലും വരവിലൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. സ്തോത്രം. ഒരു പരിധി കൂടുതൽ വയറില് ഗ്യാസ് കയറിയ സംഭവം താഴെ പോകും. ഇന്ന് വളരെ ചിരിയാ പ്രിയ മക്കളെ. അന്നത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. സ്തോത്രം. അന്ന് ഞങ്ങൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു കടക്കാരനുണ്ട്. ഞങ്ങളുടെ അയൽക്കാരനാണ്, ദാമോദരൻ എന്ന് പറയും. ഹിന്ദുവാണ് കേട്ടോ പ്രിയ മക്കളെ. ഹിന്ദുവാണ്, ഹൈന്ദവനായിട്ടുള്ളൊരു മനുഷ്യനാണ്. കടമാണ് മേടിക്കുന്നത്. പ്രൈസല്ലോ. ഒരു ആഴ്ചയിൽ പോയി കടം വാങ്ങിക്കും, പിറ്റേ ആഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ആഴ്ചയിലും കൊടുക്കാനുണ്ടാകത്തില്ല, ചെല്ലുമ്പോൾ തരും. മൂന്നാമത്തെ ആഴ്ചയിലും ചിലപ്പോൾ പൈസ കാര്യമായിട്ട് ഉണ്ടാകത്തില്ല, ചെല്ലുമ്പോൾ തരും. വിശ്വാസിയല്ല. ഞാൻ പറയുന്നത് സ്നേഹിക്കണം, എല്ലാവരെയും സ്നേഹിക്കണം. ആമേശ്വരം മുഖപക്ഷം കാണിക്കരുത്. ആമേശ്വരം വീണ്ടും പിറ്റേ മാസം ചെന്നിട്ട് അല്ല പിറ്റേ ആഴ്ച ചെന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ മുമ്പത്തെ ആഴ്ചയിൽ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടും വീണ്ടും എന്ത് ചെയ്യും? വാങ്ങിക്കും. ഞങ്ങൾക്ക് ഒരു ശുഭകാലം ഉണ്ടാകുന്നത് വരെ ആ മനുഷ്യൻ കരുണ കാണിച്ചിട്ടുണ്ട്, എന്നും ജീവനോടെ ഉണ്ട്. അപ്പോൾ ഈ കടയിൽ പോകുമ്പോൾ, ഈ കട ഇവിടെയുണ്ട്, തൊട്ടടുത്തൊരു കട, ഒരു തയ്യക്കാരൻ്റെ കടയാണ്, ഒരു തയ്യക്കടയാണ്. സ്തോത്രം. ആ തോമസ് എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. സ്തോത്രം. ഇവിടെ താമസിക്കുന്ന ആളാണ്. ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസന് അദ്ദേഹത്തെ ഒന്ന് വളപ്പ് ബസ് സ്റ്റോപ്പിൽ വെച്ച് അല്ലെങ്കിൽ വളപ്പ് മാർക്കറ്റിൽ വെച്ച് ഒന്ന് കാണാനിടയായി തീർന്നു. ആമേൻ. അപ്പോൾ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾ പലപ്പോഴും പറയും, ചേട്ടന്മാരെല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്, അന്നാ തോമസ് ചേട്ടൻ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ കർത്താവിൻ്റെ ദാസന്റെ പോക്കറ്റിൽ ഇത്തിരി പൈസ ഉണ്ടായിരുന്നു. ഇതെടുത്ത് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. പൈസ മേടിച്ച് ചോദിച്ചു, മോനെ ഇത് എന്താ ഇത്? പറഞ്ഞു, അതേ ഇരിക്കട്ടെ. അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ അങ്ങനെ മേടിക്കത്തില്ല. ഇതെന്താ ഇത്? ഇത് എന്തിൻ്റെയാണ് ഇത്? എന്തിൻ്റെ പൈസയാ അത്? പിന്നെ തന്നിലൊരു നിർബന്ധം വന്ന് പറയേണ്ടതായ സാഹചര്യം വന്നു. തോമസ് ഏട്ടാ, അന്ന് ഞങ്ങൾ ആ കടയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ അളവൊന്നും എടുത്ത് തയ്ച്ചല്ല, പോകുന്ന പോക്കിൽ നോട്ടത്തിൽ കണ്ടുകൊണ്ട് സ്തോത്രം മറ്റുള്ളവർ കൊടുക്കുന്ന തുണിക്കകത്തുനിന്ന് ശേഷിക്കുന്ന തുണിയെടുത്ത് അളവ് വെച്ചിട്ട് ചില ട്രൗസറുകൾ തയ്ച്ചു തന്നിട്ടുണ്ടെന്ന്. ആമേൻ. ആ മനുഷ്യൻ പൊട്ടിക്കരയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മോനെ മറന്നില്ലല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവം ആർക്കും കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യൻ ആ മാർക്കറ്റിൽ വെച്ച് പൊട്ടിക്കരയാനിടയായിത്തീർന്നു. അദ്ദേഹം വെറുതെ ഒന്നും വാങ്ങിക്കത്തില്ല, പക്ഷേ അന്ന് ദൈവം കരുതി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് പ്രിയ മക്കളെ, അന്ന് ഈ സ്തോത്രം കടയിലേക്ക് പോകുന്ന സമയത്ത് തിരിച്ച് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ഊട്ടയുണ്ടാവും. സ്തോത്രം. അങ്ങനെ കീറിയ നിക്കർ
ഇങ്ങനെ ആമേ ബബിള് പോലെ ഇരിക്കുന്ന വയറൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. കാരണം ഒരു ഹുക്ക് ഉള്ളത്, ഒരു ബട്ടൺ ഉള്ളത് ഉടുക്കാനില്ലെന്നേ. ആമേ സ്തോത്രം. ഈ ഉള്ളത് ഉടുത്തുകൊണ്ടാണ് ചെല്ലുന്നത്. 10 ദിവസമായി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്ന് കാണുന്നുണ്ട്. ആ പിള്ളേര് ആമ ഇങ്ങനെ വരുന്നുണ്ട്, ആമ പോകുന്നുണ്ട്. അദ്ദേഹം വന്ന് ആമ അളവെടുത്തിട്ടൊന്നും തയ്ച്ചതല്ല, നോട്ടത്തില് കറക്റ്റായിരുന്നു. പ്രൈസലോ. ആമേ അരയളവ് നോക്കി ആമേ തയ്ച്ച് ആമേ സ്വതം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആമേ ചിലപ്പോൾ ഒരെണ്ണം ആയിരിക്കത്തില്ല, 2-3 ട്രൗസറുകൾ മക്കളെ കൊണ്ടുകൊടുത്തു. ഒരു പ്രതിഫലം ചോദിച്ചിട്ടില്ല, 1 രൂപ പോലും ചോദിച്ചിട്ടില്ല. വിശ്വാസിയല്ല, കത്തോലിക്കനാ. ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേ സ്തോത്രം മറക്കരുത്. വന്ന വഴി എന്ത് ചെയ്യരുത്? മറക്കരുത്. ദാവീദ് മറന്നുപോകാൻ ചാൻസ് ഉണ്ട് എന്ന് ദാവീദിന്റെ ഹൃദയത്തിൽ തോന്നിയത് കൊണ്ടായിരിക്കാം തന്റെ മനസാക്ഷിയോടുകൂടി തന്നെ താൻ എഴുതി വെച്ചു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ആമേ സ്തോത്രം. എൻ മനമേ ആമേ സ്തോത്രം അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. കേട്ടോ പ്രിയ മക്കളെ, നമുക്കിന്ന് നല്ല മാളുകളുണ്ട്. അമസ്വത മാർക്കറ്റിൽ പോയി എടുത്തുകൊണ്ടുവരാൻ ഇന്ന് ആ മനുഷ്യൻ കട നിർത്തി. അമസ്വത ഹല്ലേലൂയ. പക്ഷെ കട നിർത്തുന്നതിന് മുമ്പ് ഒരു ശുഭകാലം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലിസ്റ്റ് കൊണ്ട് കൊടുക്കും, പൈസയും കൊണ്ട് കൊടുക്കും. സമയം പോലെ അദ്ദേഹം പറയും, ഞാൻ വീട്ടിലേക്ക് എത്തിച്ചേക്കാം. സ്തോത്രം. അങ്ങനെ ഒരു കാലം വന്നു പ്രിയ മക്കളെ. അങ്ങനെ ഒരു സാഹചര്യം വന്നു. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ല. ഒരാഴ്ച വാങ്ങി പിറ്റേ ആഴ്ച ചെല്ലുമ്പോൾ മാറി നിൽക്കും ആളുകളൊക്കെ ഉണ്ടാകും. എല്ലാവരും പോയി കഴിയുമ്പോഴാണ് ആ ലിസ്റ്റ് കൊടുക്കുന്നത്. പക്ഷേ സ്തോത്രം എടുത്തു തന്നിട്ടുണ്ട്. ആവശ്യത്തിന് കഴിക്കാനുള്ള ആഹാരമല്ലേ, ആവശ്യത്തിന് തന്നിട്ടുണ്ട്. സ്തോത്രം മറക്കരുത്. നമുക്കൊരു നല്ല കാലം വരുമ്പോൾ തന്നവനിലെ സ്തോത്രം ആ അനുഭവത്തെ മറന്നുകൊണ്ട് നല്ല നിലവാരത്തിലേക്ക് കടന്നു പോകുവാൻ ശ്രമിക്കുന്നത് ദൈവസ്ഥലം നീതികേട്. വന്ന വഴികൾ എന്ത് ചെയ്യരുത്? മറക്കരുത് പ്രിയ മക്കളെ. അപ്പോൾ സഹായിക്കണം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വീട്ടുകാരൻ അടുത്ത വീട്ടിലെ കൊച്ച് ഒരു യൂണിഫോം എടുത്തിട്ടില്ല, സ്കൂള് തുറക്കുന്ന സമയമാണ്, ആ വീട്ടിൽ ഒരു ഞെരുക്കമാണ്, പ്രയാസമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ കുറവാണ്, സ്വത പ്രാർത്ഥനയിലെ കുറവാണ്, എന്നെ ദൈവം നടത്തുന്നു, അവരും അതുപോലെ പ്രാപിക്കട്ടെ എന്നല്ല. വല വലിച്ച് കയറ്റുന്ന സ്വത വലക്കകത്ത് സ്വതം വിഹിതമില്ലാത്ത ചെറുമീനുകൾ അത് പറവകൾക്കുള്ളതാണ്. കൊയ്ത് തീർത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് ഊർന്നു വീഴുന്ന കതിരകളുള്ള ആ കറ്റകൾ അത് സ്തോത്രം കറ്റ പറക്കുന്നവർക്കുള്ളതാ, കാല പറക്കുന്നവർക്കുള്ളതാ. സ്തോത്രം ഹല്ലേലൂയ. അനാഥനെയും വിധവകളെയും എന്ത് ചെയ്യരുത്? മറക്കരുത്. സഹജീവികളോട് കരുണ കാണിക്കണം, ദയ കാണിക്കണം. അതാണ് യഥാർത്ഥമായ ഭക്തി. കേട്ടോ പ്രിയ മക്കളെ. സ്വന്തം എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാ, നിങ്ങളിപ്പോൾ ജോലിക്ക് പ്രവേശിക്കുന്നവരാ, പ്രായമുള്ളവരോടെല്ലാം ദയ കാണിച്ചേക്കണം കേട്ടോ, കരുണ കാണിച്ചേക്കണം. അത് നിങ്ങളുടെ സ്വന്തത്തിലുള്ളവരായിരിക്കാം, അല്ലെ കുടുംബത്തിലുള്ളവരായിരിക്കാം. 10 രൂപ എടുത്ത് കൊടുക്കാൻ മടി കാണിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. അവരെ സന്തോഷിപ്പിക്കണം, അവരുടെ ഹൃദയത്തിൽ ഒരു ആനന്ദം കൊടുക്കണം കേട്ടോ. അവരെ ദുഃഖിപ്പിക്കരുത്. ചിലപ്പോൾ വേറെ വഴികളിൽ നിന്നൊക്കെ അവരുടെ കരത്തിൽ നന്മ ലഭിക്കുന്നുണ്ടാകാം. പക്ഷെ നിനക്കൊരു നന്മ വേണ്ടേ? നിനക്കൊരു അനുഗ്രഹം വേണ്ടേ? അത് നീ കൊടുത്താൽ ഉണ്ടാകത്തുള്ളൂ. മറ്റൊരുത്തൻ കൊടുത്ത നന്മ അവരുടെ കരത്തിലുണ്ടെന്ന് കരുതി നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. നീ കൊടുക്കുമ്പോഴേ നീ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചെയ്യാൻ മടി കാണിക്കരുത്. സ്തോത്രം. ഞാൻ എൻ്റെ എടുത്ത വാക്യത്തിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ സ്തോത്രം നഷ്ടപ്പെടുത്തിയാൽ എന്തോ പ്രയോജനം? പ്രിയ മക്കളെ. ഒരൊറ്റ കാര്യം കൂടി. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 16 മുതൽ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ
അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ആർക്കാകും? ഒരുക്കി വെച്ചത് ആർക്കാകും? ഞാൻ 10 വർഷം വരെ ജീവിക്കുമെന്ന് ആർക്കെങ്കിലും പറയാമോ? പറയാൻ പറ്റോ? ഒരുക്കി വെച്ചത് ആർക്കാകും? പക്ഷെ മനസ്സ് പോലെ ഒന്ന് ചെയ്തേ, ദൈവം പ്രവർത്തിക്കും. കർത്താവ് അത്ഭുതം ചെയ്യും. അതുകൊണ്ട് പ്രിയ മക്കളെ, യഥാർത്ഥമായ ഭക്തിയിലേക്ക് ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിയണം. യഥാർത്ഥമായ ഭക്തി, ആ ഭക്തിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? തിരിഞ്ഞു വരണം. ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടും. ആമേൻ. സ്തോത്രം. ആമേൻ. ആമേൻ. കരുതുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. സ്തോത്രം. എല്ലാ വഴികളും അടഞ്ഞുപോയി എന്ന് എൻ്റെ മകൾ ചിന്തിക്കണ്ട. ആമേൻ. സ്തോത്രം. നിന്റെ മുമ്പിൽ നിന്ന് എല്ലാ വഴികളും അടഞ്ഞു കിടക്കുകയാണ്. നിരാശയുടെ വാക്കുകളുണ്ട് നിന്റെ നാവില്. ആമേൻ. സ്തോത്രം. പലപ്പോഴും സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത ആമേൻ സാഹചര്യങ്ങൾ. ആമേൻ. സ്തോത്രം. ആമേൻ. എല്ലാ മേഖലകളിൽ നിന്നും ആമേൻ നല്ല ഫലം കായ്ക്കേണ്ട ആമേൻ വിത്തുള്ളൊരു സസ്യം മുളച്ചു വരുമ്പോൾ മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളയുന്നത് പോലെ നിന്റെ വഴികൾ പലതും മുള്ളും പറക്കാരയും നിറഞ്ഞിരിക്കുകയാണ്. അതൊരാ മനകശന്തൽ കടകരകസ്യന്തരെ. ആമേൻ. സ്തോത്രം. ആമേൻ. 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 മരിക്കാം, മരിച്ചു കളയാം എന്ന് വരെയുള്ള ചിന്തകളും ആമേൻ. സ്തോത്രം. സംസാരമൊക്കെയും നിന്റെ ജീവിതത്തിൽ നിന്ന് പല തവണ ഉയർന്നിട്ടുണ്ട്. ആമേ. കരുതുന്ന ഒരു ദൈവം ആമേ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേ. നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ചില അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ച് ഇന്ന് ദൈവം നിന്നെ നിലനിർത്തിയിരിക്കുകയാണ്. നിനക്ക് എൻ്റെ പാദപീഠം ഒന്ന് അടുത്തു വരുവാൻ കഴിയുമോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്. നിന്നെ സഹായിപ്പാൻ ആരുമില്ലായിരിക്കാം, അന്ന് നിനക്കൊരു കൈത്താങ്ങൽ തരാൻ ഒരു മനുഷ്യന് കൂടെ ഇല്ലായിരിക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ കൈവിടത്തില്ല. അവൻ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ആമേ സ്വർഗത്തിലെ ദൈവം ആമേ സ്വതം ആലോചന അറിയിക്കുകയാണ്. ആമേ സ്വതം നിന്റെ സ്ഥിതിക്കും നിന്റെ നിലവാരത്തിനും കർത്താവ് മാറ്റം വരുത്തും. ആമേ സ്വതം നീ ജീവിക്കണം, ഉറപ്പും ധൈര്യമുള്ളവരായി ജീവിക്കണം. അതൊരു മനകശന്തൽ കടകരകസ്യന്തരെ. നിന്റെ കരത്തെ ഞാൻ ബലപ്പെടുത്തും. ആമേ സ്വതം നിന്റെ ഹൃദയത്തെ ഞാൻ ബലപ്പെടുത്തും. ആമേ. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവെന്ന് പകൽക്കാലം എന്റെ മകളോട് ആലോചന അറിയിക്കുകയാ. ആമേശ്വരൻ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഭയപ്പെടേണ്ട. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എന്ന് പകലിൽ അനുകൂലമായി നീട്ടുവാൻ അവനൊരുങ്ങുകയാ. കണ്ണുകളടക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ആമേശ്വത ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ആമേശ്വരം. ഇന്ന് ആരോഗ്യവും ബലവും ശക്തിയും കർത്താവേ ഞങ്ങൾക്കുള്ളത് ദൈവം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സമൃദ്ധിയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് നിന്റെ കണ്ണ് ഉയരണം. അർഹതയുള്ള ആരെങ്കിലും ഉണ്ടോ? കയ്യിൽ നിന്ന് ഊർന്നു വീഴുന്നത് പറക്കിയെടുക്കാൻ കാല പറക്കുന്നവരുണ്ടോ? അനിശ്ചിത വലയിൽ കയറിയിരിക്കുന്ന ചെറു മത്സ്യങ്ങളെ തിന്നാൻ പറവകളുണ്ടോ? അമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കണം. ഉണ്ടെങ്കിൽ സഹജീവികളോട് കരുണ കാണിക്കണം. യഥാർത്ഥമായ ദൈവഭക്തിയോ വിധവകളെയും അനാഥരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നതാണ്. യാക്കോബ് ലേഖനം 2-ാം അധ്യായം പിന്നെയും നമ്മൾക്ക് ഉറപ്പ് തരികയാ, മുഖപക്ഷം കാണിക്കരുത്, എല്ലാം ഒരുപോലെ സ്നേഹിച്ചു ദൈവസ്ഥലിൽ നല്ലൊരു നിക്ഷേപം പ്രാപിപ്പാൻ തക്കരുത്. ആത്മാവിൽ ഒരുക്കപ്പെടട്ടെ പ്രിയ മക്കളെ. കളപ്പുരകൾ കുറച്ചുകൂടി ആ മേശത് വലുതാക്കി അതിൻ്റെ അകത്ത് കുറെ കൂടിയൊക്കെ സമ്പാദിച്ചു കൂട്ടി അമ്മ ജീവിതകാലം മുഴുവനും തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ യേശുവിനെ നോക്കി വിളിച്ചു പറയും, മൂട, നിന്റെ ആത്മാവിന് ഇന്ന് ഞാൻ ചോദിച്ച കൂട്ടിവെച്ചത് ആർക്കാകും?
അതുകൊണ്ട് മനസ്സാക്ഷിക്ക് ഒരു കോട്ടം തട്ടാത്ത തലത്തിലുള്ള ജീവിതം അത് ചെയ്തെടുപ്പാൻ ദൈവമക്കൾ ഒരുക്കപ്പെടട്ടെ. നമ്മളാണ് ഈ ലോകത്തിന് അത് വെളിപ്പെടുത്തേണ്ടത്. പരിശുദ്ധ ദൈവമേ, നിങ്ങളുടെ കരത്തിലേക്ക് താഴ്ത്തുന്നു. ആത്മാവ് തന്നെ നിയന്ത്രിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ഉറക്കൊരു ഹല്ലേലൂയ പറഞ്ഞേ. എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. ആമേൻ, സ്തോത്രം. നമുക്ക് ഒരു പാട്ടിന്റെ ഈരടി പാടുമ്പോൾ സ്തോത്ര കാഴ്ചയും എടുക്കാവുന്നതാണ്. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുവേ, വേഗത്തിൽ വരുവേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുവേ, വേഗത്തിൽ വരുവേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥ